മലയാള സിനിമ ചലച്ചിത്ര രംഗത്തെ കേവലം ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്നതിനപ്പുറം രാഷ്ട്രീയ ഭരണ സ്വാധീനങ്ങളുടെ വലിയൊരു അധികാര കേന്ദ്രമായി മാറിയ അമ്മ എന്ന താരസംഘടന ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട സാമൂഹിക രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അടിത്തറയിളകിയ ഈ സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് കസേരകൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും മാത്രം വേണ്ടിയുള്ള അധികാര വടംവലി തന്നെയാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ധാർമ്മികമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി ഇല്ലാതെ വന്നപ്പോഴായിരുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ച് പടിയിറങ്ങേണ്ടി വന്നത്. മോഹൻലാൽ കമ്മിറ്റിയുടെ പതനത്തിന് ശേഷം പിന്നീട് അധികാരമേറ്റ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള സമിതിയും ഇപ്പോൾ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. വെറുമൊരു രാജിയല്ലേ ഇതാ. ഭരണസമിതിക്കെതിരെയും സംഘടനയിലെ മറ്റ് ഭാരവാഹികൾക്കെതിരെയും ഗുരുതരമായ സാമ്പത്തിക ഭരണപരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതുകൊണ്ടാണ് ശ്വേതാ മേനോൻ താരസംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെച്ചിരിക്കുന്നത്. താൻ മറ്റാരുടെയും കയ്യിലെ പാവയാകാൻ തയ്യാറല്ല എന്നും കൃത്യമായ അജണ്ടയോടെയാണ് തങ്ങൾ രാജിവെച്ചത് എന്നും അവർ തുറന്നടിക്കുകയാണ്. ഇത് അമ്മ എന്ന സംഘടനയിലെ സ്ക്രീനിന് പിന്നിൽ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ശക്തികൾ ആര് എന്ന ചോദ്യം ഇവിടെ രാഷ്ട്രീയമായിട്ട് ഉയർത്തുകയാണ്. ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മുൻ ഭരണസമിതിയിലെ പ്രമുഖനായ ബാബുരാജ് ഉന്നയിക്കുന്ന വാദങ്ങൾ ഈ തർക്കത്തെ കൂടുതൽ വഷളാക്കുകയാണ്. ശ്വേതാ മേനോന്റെ കമ്മിറ്റിക്ക് 67 ലക്ഷം രൂപയുടെ സാമ്പത്തിക കണക്കുകൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബാബുരാജും അൻസിബയും ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആരോപിക്കപ്പെടുന്നത്. സംഘടനയ്ക്കുള്ളിലെ തങ്ങളുടെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ശ്വേതാ മേനോൻ സ്ത്രീ കാർഡ് ഇറക്കി കളിക്കുകയാണ് എന്ന ബാബുരാജിന്റെ പ്രസ്താവന സംഘടനയ്ക്കുള്ളിലെ പുരുഷാധിപത്യ നിലപാടുകളുടെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. മുൻപ് പരസ്പരം ചെളിവാരി എറിഞ്ഞിരുന്ന ശ്വേതയ്ക്കും കുക്കു പരമേശ്വരനും ജനറൽ ബോഡിയിൽ ഒറ്റക്കെട്ടായി നിന്നത് സ്വന്തം സാമ്പത്തിക ക്രമക്കേടുകൾ മൂടിവെക്കാനായിരുന്നുവെന്നും ബാബുരാജ് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിൽ അൻസിബയും ടിനി ടോമും തമ്മിലുള്ള തർക്കങ്ങൾ സംഘടനയ്ക്കുള്ളിലെ അതിർവരമ്പുകളും കടന്ന് അങ്ങാടി ചർച്ചയിലേക്ക് വരെ എത്തി. നടൻ ടിനി ടോം സ്വഭാവഹത്യയിൽ ഏർപ്പെട്ടുവെന്നും തന്നെ ജിഹാദി എന്ന മുദ്രകുത്തി മതപരിവർത്തനം ആരോപിച്ചുവെന്നും വർഗീയ പദപ്രയോഗങ്ങൾ നടത്തിയെന്നും പറഞ്ഞ് നിലവിൽ അൻസിബ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. സംഘടന വിട്ടുപോയവരെ തിരികെ എത്തിക്കും എന്ന ലക്ഷ്യത്തിലായിരുന്നു ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി സ്ഥാനമേറ്റത്. അത് സാധിക്കാതെയാണ് അവർ രാജിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉത്തരവാദിത്തം എല്ലാം പാലക്കാട് MLA കൂടിയായ രമേശ് പിഷാരടിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഷാരടിയുടെ നേതൃത്വത്തിൽ 4 മാസത്തെ കാലാവധിയുള്ള ഒരു അഡോഹക് കമ്മിറ്റിക്ക് രൂപീകരിക്കാൻ തീരുമാനം എത്തിയിരിക്കുകയാണ്. KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ആ കമ്മിറ്റിയിലുണ്ട്. വെറുമൊരു ചലച്ചിത്ര കൂട്ടായ്മ എന്നതിനപ്പുറം വലിയൊരു സാമ്പത്തിക സാമ്രാജ്യവും രാഷ്ട്രീയ സ്വാധീനമുള്ള അമ്മയെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭിന്നിച്ചു നിൽക്കുന്ന ഗ്രൂപ്പുകളെ ഒരുമിപ്പിക്കാനും ശ്വേതാ മേനോനെ എതിരെ ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണം സുതാര്യമായി നടത്തുവാനും പിഷാരടിക്ക് സാധിക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇതിനിടയിൽ പോയവരെ തിരികെ കൊണ്ടുവരിക എന്നതും വലിയ കടമ്പയാണ്. പാലക്കാടിൽ നിന്നും ജയിച്ച MLA ആയ പിഷാരടിക്ക് അടുത്ത വലിയൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വരികയാണ്. MLA ആയ ശേഷം എടുത്ത നിലപാടുകൾ കൊണ്ടും തീരുമാനങ്ങൾ കൊണ്ടും ജനമനസ്സിലേറിയ പിഷാരടിക്ക് താരസംഘടനയിൽ പുകയുന്ന ഈ കനൽ കെടുത്താനാകുമോ എന്നാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്.